സ്ഥലമൊക്കെ അങ്ങ് കയ്യിലിരിക്കട്ടെ. ഇനി ശങ്കരാടി ശങ്കുണ്ണി വേനോനാ ചതുരംഗ ചക്രവർത്തി. മനസ്സുക്ക് ഒരു നിമ്മതിയില്ലേ? ഞാൻ തലയിലെടുത്തു ഇന്ത മാതിരി ഒരു പുരുഷനെ കല്യാണം കഴിച്ചത്. എപ്പോ നോക്കിയാലും ചതുരംഗം ചതുരംഗം ചതുരംഗം. അമ്മ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചല്ലേ? ബട്ട് എന്നമാര് വരും നിനക്കില്ലേ? ഫ്രം മോർണിംഗ് ടു ഈവനിങ് സദാസമയം പ്ലേയിങ് പ്ലേയിങ് പ്ലേയിങ്. ശർമ്മലയുടെ മാരേജ് ഉടനെ നടത്തണം. നമ്മുടെ ജനു അവൾക്ക് വേണ്ടി വെയിറ്റിംഗ് വെയിറ്റിംഗ് വെയിറ്റിംഗ്. അറിയുമോ? അങ്ങനെ വെയിറ്റിംഗിലായ പറ്റില്ല. സ്റ്റോപ്പ് ചെയ്യുന്നില്ലയോ? ഈ ദുർഗമ്മ പറയുന്നത് അനുസരിക്കുന്നതാണ് ബുദ്ധി. അവൻ എന്റെ ബ്രദറിന്റെ സണ്ണാണ്. അതെനിക്കറിയാം, 1000 പ്രാവശ്യം പറഞ്ഞാണല്ലോ. അവൻ നമ്മുടെ കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജർ അല്ലേ? വാ. അതും ശരിയാ. നോ നോ നോ, ഈ മാരേജിനെ പറ്റി ഇപ്പൊ ഡിസൈഡ് ചെയ്യണം. ഈ കാലത്ത് അച്ഛനമ്മമാരുടെ ഇഷ്ടമായിരിക്കില്ല മക്കളുടെ ഇഷ്ടം. അതുകൊണ്ട് അവൾക്ക് പറ്റിയ ഒരു ചെറുക്കനെ അവൾ കണ്ടുപിടിക്കട്ടെ. നമുക്ക് പറ്റിയ ഒരു അബദ്ധം അവൾക്ക് പറ്റാതിരിക്കട്ടെ. യൂസ്ലെസ് ഹസ്ബൻഡ്. നാശമായില്ല. അത് നിന്റെ അമ്മയോട് ചോദിക്കും. ഇതിലൊന്ന് സൈൻ ചെയ്യണം. ഇപ്പൊ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ശർമ്മളയാണ്. അവളകത്തുണ്ട്. ഒരൊപ്പ് വേണമായിരുന്നു. എന്നാ ജനാർദ്ദന ഒരു ക്ഷീണം? വഴി എന്നെ ഇൻസൾട്ട് ചെയ്തമായി. ആര്? ശർമ്മളയോ? അത് നിന്റെ കുറ്റമാ. യു സി, നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മ കമ്പനിയിലെ വേല വാങ്ങി തന്നെ എന്തിനാണെന്ന് അറിയാമോ? യു നോ? അറിയാം, പക്ഷെ അവർക്കെന്നെ തീരെ ഇഷ്ടമല്ലല്ലോ. എന്റെ ഒരു ഒറ്റ നോട്ടത്തിൽ വീണുപോയ ആളാണ് എന്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് എന്തുണ്ടായി? നമ്മൾ ഇന്ന് സുഖമായി ജീവിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മായി തന്നെ പറ. നീ അമ്മാവനെ പോലെ യൂസ്ലെസ് ആവരുത്. വാ കിട്ടവാ. ഒരു കാര്യം പറയാം. എങ്ങനെ? നല്ല ഐഡിയ. അതുപോലെ ചെയ്യാം. പറഞ്ഞതുപോലെ ഞാൻ കൃത്യസമയത്ത് എത്തിക്കൊള്ളാം. തീർച്ചയായും ഫലം ഇത്തോളം നിനക്ക് അനുകൂലമായിരിക്കും. അതിനല്ലേ കഷ്ടപ്പെട്ട് പണിയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നിന്റെ അമ്മായിയെ സമ്മതിക്കണം. രാമു, ഇങ്ങോട്ട് മാറും. ശർമ്മയിലെ ക്ലബിൽ നിന്ന് വരുമ്പോ നീയും നമ്മുടെ ആൾക്കാർ ചേർന്ന് അവളെ തടയണം. അപ്പൊ ഞാൻ ബൈക്ക് വന്ന് അവളെ രക്ഷിക്കുന്നതായി ഭാവിക്കും. കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് അവൾക്ക് തോന്നരുത്. പോരെ? പിന്നെ ഞാനെന്റെ അടിയോ ചവിട്ടോ തന്നിരിക്കും. തിരിച്ചെന്നൊന്നും ചെയ്തേക്കരുത്. വെരി ഗുഡ്. ഇരിക്കൂ. നിങ്ങള് ഈ വേക്കൻസിയിൽ അപ്പോയിന്റ് ചെയ്യാം. താങ്ക് യു സർ. 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിലും കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ആൾക്കാരുണ്ട് മിസ്റ്റർ? സർ,
BA വരെ പഠിച്ചത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇനി 10,000 രൂപ പോയിട്ട് 10 പൈസ പോലും ചിലവാക്കാൻ എന്റെ കുടുംബത്തിലില്ല. കഷ്ടപ്പാടുകളൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. സർ പ്ലീസ്. സാറേ, കൂടുതൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അങ്ങിഷ്ട ഭോജന സൗഖ്യമെന്ന എവിടെ ചെന്നാലും ഭക്ഷണം കിട്ടും. കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് വാങ്ങും. ഇരിക്കട്ടെ, കാശോട്. അത് വേണ്ട, എന്റെ പോക്കറ്റിൽ ഇരിക്കട്ടെ, നീ അവിടെ ഇരുന്നാ മതി. ആ, എങ്ങോട്ടാ? പതിവ് പരിപാടി, ജോലി അന്വേഷിച്ചിറങ്ങിയത്. ഓ, നാളെന്താ? പേരെന്താ? കുമാർ. കുമാരാ? കുമാരനറിയാമോ? ഞാനും ഇവിടുത്തെ മിനിസ്റ്ററും 4ാം ക്ലാസ് വരെ ഒന്നിച്ചു പഠിച്ചതാ. അതിനുശേഷം ആശാൻ പഠിച്ചിട്ടേ ഇല്ല. അതെ. ഞാൻ പോട്ടെ. നിക്ക്, ജോലിക്കാരിയല്ലേ, ഞാൻ ശരിയാക്കി തരാം. ശിക്ഷ എന്തോ വരുന്നവരെ നോക്കിക്കൊള്ളണം. ശരി ആശാൻ. അല്ലേ പ്രൊഫസർ? ആ, രാത്രിയിൽ ക്യാമ്പിൽ വരാം. വരൂ. തോന്നലൊന്നുമില്ല. മാളവ്യ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്റെ ഫ്രണ്ടാ. ഞാനൊന്നും ഇപ്പൊ അങ്ങനെ ബത്തണില്ല. ഞാൻ പോവാ. ചോറൊന്നുമില്ല. എന്ത് പറ്റി? എന്ത് പറ്റി? അവന് എന്നെ കുറെ നാളായി ശല്യപ്പെടുത്തുന്നു. അവന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കണമെന്ന്. അതിനാണോ തല്ലിയത്? അങ്ങേര് അല്ല, എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞ് അവനെന്നെ തല്ലാൻ വന്നു, അത്രേ ഉള്ളൂ. വാ, നമുക്ക് വേറെ ജോലി അന്വേഷിക്കാം. വാ. വേണ്ട. ഞാനല്ലേ വിളിക്കുന്നത്, വരാൻ. എന്തൊരു കഷ്ടമാണ്, നോക്കി നടക്കുന്നു. ഞാൻ ഉന്തി തരണോ ഇനി? പ്രേം, പ്രേം, വരൂ പ്രേം. ചിലപ്പോ കൂടെ കോളേജിൽ പഠിച്ച വല്ല പെണ്ണുമായിരിക്കും. എന്റെ പ്രേം, പ്രേം, നിങ്ങൾ വന്നുവല്ലോ. ഐ എം സോ ഹാപ്പി. വരൂ, അകത്തേക്ക് വരൂ. വരൂ. അമ്മേ, എന്റെ പ്രേം വന്നു. ഇരിക്കൂ. മോള് പോയി കാപ്പി കൊണ്ടുവരൂ. കാപ്പി ഉണ്ടേ? ആ പോയത് എന്റെ മകളാണ്. അവളെ നിങ്ങൾ നേരത്തെ അറിയുമോ? ഇല്ല. അവളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു നല്ല പെൺകുട്ടി. അവൾക്ക് ഭ്രാന്താണ്.